എന്താ ശരിക്കും പറഞ്ഞ ഈ ബ്രാൻഡിങ്ങിലേക്കൊരു ഒരു കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ എവിടെയാണ് തുടങ്ങണ്ടേ, എങ്ങനെയാണ് തുടങ്ങണ്ടേ? സത്യത്തിലൊരു ബ്രാൻഡ് ആരംഭിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ബ്രാൻഡിന് ഇവിടെ ഒരു സ്പേസ് ഉണ്ടോ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു, അത് എന്ത് തരത്തിലുള്ള ബിസിനസ് ആയാലും, റെസ്റ്റോറൻ്റ് ആണെങ്കിലും അതൊരു കോഴിക്കട ആണെങ്കിൽ പോലും സത്യത്തിൽ അങ്ങനെ ഒരു കോഴിക്കടയ്ക്ക് ഇപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്ഥലത്തൊരു സാധ്യത ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കും. പലപ്പോഴും സംഭവിക്കാറില്ല. ഭയങ്കര രസകരമായിട്ട് പറഞ്ഞാണെങ്കിൽ സത്യൻ അന്തിക്കാടിൻ്റെ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയുണ്ട്. ഇപ്പോഴും കേരളത്തിൽ അങ്ങനെ തന്നെയാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടക്കാറുള്ളത്. ഒരു വിദേശത്ത് നിന്ന് കുറേ കാലം കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് സമ്പാദിച്ച് വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണല്ലോ ആ സിനിമ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ബിസിനസ് ചെയ്യണം എന്ന്, എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ബിസിനസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവരൊക്കെ ചെയ്യുന്നത് അവർക്ക് ഏതിലാണോ എക്സ്പെർട്ടൈസ് ഉള്ളത്, അല്ലെങ്കിൽ അവർ ഏതാണോ നന്നായിട്ടിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏതിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളത് അതിലേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാനാണ്. അപ്പോൾ അവസാനമാണ് പുള്ളി ബസ് ആരംഭിക്കുന്നത്. ഈ ബസ് ആരംഭിക്കുന്നത് അതിനോട് ബന്ധപ്പെട്ടുള്ള പുലിവാലികളാണ് ആ സിനിമയിൽ. അത് ഇപ്പോഴും വളരെ മനോഹരമായിട്ടുള്ള സിനിമ തന്നെയാണ്. പക്ഷേ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. പലരും ഈ ബിസിനസ് തുടങ്ങാൻ വരുന്നത് മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇതാണ് ലാഭം, അല്ലെങ്കിൽ ഇതാണ് ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടോ അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠനങ്ങളൊന്നും നടത്തിയിട്ടുണ്ടാവില്ല.